ജോലികൾ ഒറ്റയ്ക്ക് ചെയ്ത് കഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്ത യുവതികൾ മൊബൈൽ ആപ്പ് വഴി ഭർത്താക്കന്മാരെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു നാട്. യൂറോപ്യൻ രാജ്യമായ ലാത്വിയയിലെ ഈ വിചിത്രമായ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയാണ്. ആവശ്യത്തിന് പുരുഷന്മാർ ഇല്ലാത്തതിനാൽ ഭർത്താക്കന്മാരെ വാടകയ്ക്ക് എടുക്കുന്ന സ്ത്രീകളുടെ നാടായി മാറിയിരിക്കുകയാണ് ലാത്വിയ. ആപ്പുകൾ വഴിയാണ് സ്ത്രീകൾ ഇത്തരത്തിൽ താൽക്കാലിക ഭർത്താക്കന്മാരെ കണ്ടെത്തുന്നത് എന്നാണ് ദി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടുജോലികൾ ചെയ്യാൻ 1 മണിക്കൂർ നേരത്തേക്ക് ഭർത്താക്കന്മാരെ നിയമിക്കുകയല്ലാതെ ലാത്വിയൻ സ്ത്രീകൾക്ക് മറ്റു മാർഗമില്ലെന്നും ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. ബുദ്ധിമതികളും അവിവാഹിതരുമായ സ്ത്രീകൾ ഈ ഒരു സേവനം ഒരു പരിഹാരമായി മാറ്റിയിരിക്കുകയാണ്. ലാത്വിയയിൽ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ 15.5% കൂടുതലാണ് സ്ത്രീകളുടെ എണ്ണമെന്നാണ് യൂറോസ്റ്റാറിന്റെ കണക്ക്. യൂറോപ്യൻ യൂണിയനിലെ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണിത്. ലാത്വിയയിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ച വിദ്യാഭ്യാസമുള്ളവരും ആരോഗ്യമുള്ളവരും കൂടുതൽ കാലം ജീവിക്കുന്നവരുമാണ് എന്നതാണ് ഈ ഒരു കുറവിന് കാരണമെന്നാണ് റിപ്പോർട്ട്. ഈ നാട്ടിൽ 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഇരട്ടിയാണുള്ളത്. വീട്ടുജോലികൾ ഒറ്റയ്ക്ക് ചെയ്ത് കഷ്ടപ്പെടാൻ വയ്യാത്ത സ്ത്രീകളാണ് ഇത്തരത്തിൽ ഭർത്താക്കന്മാരെ വാടകയ്ക്ക് എടുക്കുന്നത്. പ്ലംബിംഗ്, മരപ്പണി തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്പായ കൊമാൻഡോ 24 വഴിയാണ് സ്ത്രീകൾ ഭർത്താക്കന്മാരെ വാടകയ്ക്ക് എടുക്കുന്നത്. Remonderby.lv എന്ന ആപ്പ് സ്ത്രീകൾക്ക് ഓൺലൈനായോ ഫോണിലൂടെയോ 1 മണിക്കൂറിലേക്ക് ഭർത്താവിനെ ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്നു. ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ വീട്ടുജോലികൾക്കായി പുരുഷൻ 1 മണിക്കൂറിനുള്ളിൽ വിളിച്ച സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും. ഇത്തരം ആപ്പുകൾ വഴി എത്തുന്ന വാടക ഭർത്താക്കന്മാർ ഉടൻ തന്നെ വരികയും പെയിന്റിംഗ്, കർട്ടനുകൾ ശരിയാക്കൽ, മറ്റ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വീട്ടുജോലികളെല്ലാം ചെയ്ത് തിരികെ മടങ്ങുകയും ചെയ്യുന്നു. പുകവലി, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കാരണം പുരുഷന്മാരുടെ ആയുർദൈർഘ്യം കുറയുന്നതാണ് ലാത്വിയയിലെ ലിംഗ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലാത്വിയയിൽ 31% പുരുഷന്മാരും പുകവലിക്കുന്നവരാണ്. അതേസമയം സ്ത്രീകളിൽ 10% ആളുകൾ മാത്രമാണ് പുകവലിക്കുന്നത്. പുരുഷന്മാരിൽ പൊണ്ണത്തടിയോ അമിതഭാരമോ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ അല്പം കൂടുതലാണ്. സ്ത്രീകളിൽ 57%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 62% പുരുഷന്മാരും അമിതഭാരമോ പൊണ്ണത്തടിയോ ഉള്ളവരാണെന്നാണ് വേൾഡ് അറ്റ്ലസ് പറയുന്നത്. ലാത്വിയയിൽ മാത്രമല്ല ഭർത്താക്കന്മാരെ വാടകയ്ക്ക് എടുക്കുന്ന ട്രെൻഡ് വന്നത്. 2022 യുകെയിലെ ലൗറ യങ് എന്ന യുവതി തന്റെ ഭർത്താവ് ജെയിംസിനെ അധിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി ചെറിയ ജോലികൾക്ക് വാടകയ്ക്ക് നൽകിക്കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. റെൻ മൈ ഹാൻഡി ഹസ്ബൻഡ് എന്ന സംരംഭത്തിലൂടെയാണ് ലൗറ തന്റെ ഭർത്താവിനെ ചെറിയ ജോലികൾ ചെയ്യാനായി വാടകയ്ക്ക് നൽകിയിരുന്നത്. പെയിന്റിംഗ്, അലങ്കാരപ്പണികൾ, ടൈലിംഗ്, കാർപ്പറ്റ് വിരിക്കൽ തുടങ്ങിയ ജോലികൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. മണിക്കൂറിനാണ് നിരക്ക് ഈടാക്കിയിരുന്നത്. 42-കാരനായ ജെയിംസ് മണിക്കൂറിന് $44 അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നതിന് $280 വരെ ഈടാക്കുകയും ചെയ്തിരുന്നു. ദിവസം മുഴുവനും ബുക്കിംഗ് ലഭിക്കുന്നതിലൂടെ ലൗറയുടെ ഈ സംരംഭം വൻ വിജയമാവുകയും ചെയ്തിരുന്നു.